ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന കല്യാണം എന്ന് പറയുന്നത് ഏടത്തിയമ്മയുടെ അനിയത്തിയുടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം കല്യാണത്തിന് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ പരിപാടിക്കും പോണ പോലെ ഇവിടെയും പതിവ് പോലെ നേരം വൈകിട്ടാണ് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആ വീഡിയോസൊക്കെ എടുക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി കിട്ടി. പിന്നെ ഞാൻ പിറ്റേ ദിവസം മുതലായിട്ട് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൽക്കണ്ടിയിൽ റൂം എടുത്ത് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ കിങ്ങിണിക്കും കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയ്ക്കൊക്കെ ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തുമ്പോൾ തയ്പ്പിച്ചെടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. കിങ്ങിണിക്കാണെങ്കിൽ 3-4 ദിവസം മുതലേ നല്ല പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അന്നൊക്കെ ഇരുന്ന് തലയൊക്കെ നനച്ചൊന്ന് കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ എന്നാലും ആൾ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ആൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഭയങ്കര എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അടുത്തമ്മയ്ക്ക് ഒരു അനിയത്തിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവളുടെ കല്യാണമായിരുന്നു. അപ്പോൾ പെൺകുട്ടികളുടെയൊക്കെ നല്ല അടിപൊളി എൻട്രി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ആസ്വദിച്ചത് അവർ കുറച്ചു നേരം പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ താലി കെട്ടുന്നതിന് മുമ്പേ. പിന്നെ പെണ്ണ് നമ്മുടെ നാട്ടിലേക്ക് മണ്ണാർക്കാട്ടേക്ക് താഴേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മളിതാ താലികെട്ടും പൂമാലയിട്ടൊക്കെ ചടങ്ങുകളൊക്കെ കുറച്ചു നേരമൊക്കെ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ക്ഷീണമായപ്പോൾ ഞാൻ പിന്നെ ഉള്ളിൽ പോയി കുറച്ചു നേരം കിടക്കട്ടെ ചെയ്തേ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കണ വീഡിയോ എടുക്കാൻ മറന്നത് കൊണ്ട് തന്നെ ഇവർ കഴിക്കണ വീഡിയോ എന്തായാലും എടുക്കാമെന്ന് കരുതി. ഇത് വിഷ്ണുവേട്ടൻ്റെ മേമയുടെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ കഴിക്കണേ കുറച്ചു നേരം നോക്കിയിരുന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ റൂമിൽ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ റിസപ്ഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. മണ്ണാർക്കാട്ടേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് വൈകിട്ടാണ് റിസപ്ഷന് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മണിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് പോരുക ചെയ്ത്. അത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ.